സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ സർ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യണമായിരുന്നു. വേറെ ആരും ഹോസ്റ്റ് ആയിട്ടുണ്ടല്ലോ സർ. സോറി, ഹോസ്റ്റ് ആയിട്ടുണ്ടല്ലോ വേറെ ആരോ. മാം. സർ, സർ ഹോസ്റ്റ് ആണോ? അല്ലല്ലോ. മാം ആണല്ലോ ഹോസ്റ്റ് കാണുന്നത്. ഹോസ്റ്റ് ആക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ സർ, ചെയ്തോളൂ ട്ടാ, ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? പറയുന്ന കേൾക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ആട്ടോ. ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യാണ്. അപ്പൊ നമ്മളിന്ന് എന്റെ സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. നമ്മളിന്ന് മോർണിംഗ് സർക്കിളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദേഷ്യം എന്ന് പറയും. കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ട് നമ്മൾ കോപം എന്ന് പറയും. കോപം എന്താണ് അല്ലെങ്കിൽ ആങ്കർ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്താണ് ദേഷ്യം അല്ലെങ്കിൽ എന്താണ് കോപം എന്ന് നോക്കാം. അതൊരു ഇമോഷനാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റെല്ലാ ഇമോഷനുകളും പോലെ തന്നെ ഒരു ഇമോഷനാണ് ആങ്കർ എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ആവുന്നത് ഒരു കാര്യം നമുക്ക് അൺഫെയർ ആയിട്ട് തോന്നുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പം, ഒരാൾ നമ്മളെ ത്രെട്ടൻ ചെയ്യുമ്പം, ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം നമ്മളിൽ ഉണ്ടാകുന്നത്. ഈ മനുഷ്യരിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. ജന്മനാ ഉള്ള ഒരു ഇമോഷനാണ്. അതിൽ ആളുകൾക്ക് അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ദേഷ്യമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും. ചില ആളുകൾക്ക് അത് നല്ല രീതിയിൽ ഉണ്ടാവും, ചില ആളുകൾ നല്ലപോലെ മാനേജ് ചെയ്യും, ചില ആളുകൾക്ക് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ദേഷ്യപ്പെടാത്ത വ്യക്തികളും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം എല്ലാവർക്കും ഉള്ളതാണ്. സത്യത്തിൽ ഇതൊരു മോശം ഇമോഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു മോശം വികാരം, മോശം ഇമോഷൻ അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. പക്ഷെ ഇത് അൺകൺട്രോൾഡ് ആവുമ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. ഒരു സംസാരിക്കുമ്പോൾ എന്തോ ഒരു നോയ്സ് വരുന്നുണ്ടേ. വേറെ ആരും? യെസ് ഉണ്ട്, വരുന്നുണ്ട്. ഹെഡ്സെറ്റ് ഒന്ന് നോക്കട്ടെ. ഹലോ, പറഞ്ഞോളൂ സർ. നോയ്സ് ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ദേഷ്യം എന്നുള്ളത് ആളുകൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു ഇമോഷനാണ് ദേഷ്യം എന്ന് പറയുന്നത്. അത് അൺകൺട്രോൾഡ് ആവുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. നമ്മൾ 3 രീതിയിലാണ് നമ്മൾ ഈ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പാസീവ് അഗ്രസീവ്. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കും. ഇപ്പം നമ്മൾ ചില ആളുകളുമായിട്ട് വഴക്ക് കൂടുന്ന സമയത്ത് നമ്മൾ ദേഷ്യം നേരിട്ട് കാണിക്കില്ല. അതേസമയം നമ്മൾ
ചിലപ്പം മുഖം വീർപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ മുറുമുറുക്കും. അതല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ആവും, വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടെന്ന് കാണിക്കുന്നതിനാണ് പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ആക്റ്റീവ് അഗ്രസീവ്. നമ്മൾ ആക്റ്റീവ് ആയിട്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കും. അത് ആളെ ഹാംഫുൾ ആവുന്ന രീതിയിൽ, ചിലപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ആളുടെ നേരിട്ട് ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കാണിക്കും. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് അഗ്രസീവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും വളരെ ഒട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയല്ല. രണ്ടും തമ്മിലുള്ള റിലേഷൻഷിനെ മോശമാക്കാനേ സഹായിക്കുള്ളൂ. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയാണ് അസേർട്ടീവ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആരോടാണോ ദേഷ്യപ്പെടുന്നത് ആ വ്യക്തിയോട് പറയാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷനിൽ തൽക്കാലം മാറി നിൽക്കാം എന്ന് നേരിട്ട് പറയുന്നതിനെയാണ് നമ്മൾ അസേർട്ടീവ് എന്ന് പറയുന്നത്. ഇതിൽ ഈ 3 രീതിയിലുള്ള പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് അസേർട്ടീവ് എന്ന് പറയുന്ന രീതിയാണ്. ഇനി നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കൂടും. നമുക്കിങ്ങനെ നമ്മുടെ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലെയുള്ള പല ഹോർമോണുകളും നമ്മുടെ ബോഡിയിൽ റിലീസ് ആവുന്നത് കാരണം നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് കൂടുന്നതും ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കൂടുന്നതൊക്കെ. നമ്മുടെ ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക, അതായത് നമ്മൾ മാറി നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി മാറും. നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റൻ ചെയ്യും. നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ നല്ലപോലെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയൊക്കെ ഇങ്ങനെ ഇറുകി പിടിച്ച പോലെ ആയിരിക്കും. നമ്മുടെ മുഖം എല്ലാം ചുവന്ന് തുടുക്കും, വിയർക്കാൻ തുടങ്ങും, നല്ലപോലെ സ്വെറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും, അടുത്തത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഫോക്കസ് ചെയ്യും. അതൊന്നാമത്തെ. രണ്ടാമത്തേത്, നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കില്ല. ഇപ്പൊ നമ്മളൊരു വഴക്കൊക്കെ കൂടുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കില്ല. നമ്മളെ മൈൻഡ് എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിലാണോ ഇപ്പം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയോടാണോ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിൽ മാത്രമേ നമ്മുടെ മൈൻഡ് ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ബ്രെയിന് റിയാക്റ്റീവ് മോഡിലേക്ക് മാറും. നമുക്ക് 2 രീതിയിൽ ഒരു കാര്യത്തിന് സമീപിക്കാം. ഒന്ന് റെസ്പോൺസീവ് ആവാം, അല്ലെങ്കിൽ റിയാക്റ്റീവ് ആവാം. റിയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കൊന്നുമില്ല, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒട്ടും ചിന്തിക്കില്ല. നമ്മൾ പെട്ടെന്ന് എന്തോ അങ്ങ് ചെയ്തു പോകും. ആ സിറ്റുവേഷനെ പറ്റി അനലൈസ് ചെയ്യാനോ ആ സിറ്റുവേഷൻ പഠിക്കാനോ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ആലോചിക്കാനൊന്നും ശ്രമിക്കില്ല. ബ്രെയിൻ ഉടനെ തന്നെ റിയാക്റ്റീവ് മോഡിലേക്ക് മാറും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് ഈ ദേഷ്യം എന്ന് പറയുന്ന ഇമോഷനെ ട്രിഗർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്നാമത്തേത്, നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് ദേഷ്യം വരും, അല്ലേ? ഫീലിംഗ് ഡിസ്റെസ്പെക്റ്റഡ്. നമ്മളൊക്കെ ഒരാൾ കളിയാക്കി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മോശക്കാരായിട്ട് കാണിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. രണ്ടാമത്തേത്, നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ ചില ആളുകൾ അതിനെ സങ്കടം, സാഡ് എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ചില ആളുകൾ അതിനെ ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. മൂന്നാമത്തേത്, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഓഫീസിലെ ജോലിയുടെ ഭാരം കൂടുതൽ കൊണ്ടാവാം, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മറ്റേതോ കാരണം കൊണ്ട് നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരാളെ നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ചാൽ നമ്മൾ അവരോട് ദേഷ്യം കാണിക്കും. അപ്പൊ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സംഗതി ഈ ആങ്കറിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്തത് ഇൻജസ്റ്റിസ്. നമുക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു വിഷയമാവണമെന്നൊന്നുമില്ല. ഇപ്പം 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണ്, ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്താണ് ന്യായം അല്ലെങ്കിൽ സത്യം എന്നുള്ളത്. പക്ഷെ മൂന്നാമതൊരാൾ വന്നിട്ട് ബിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്ക് ചിലപ്പം സങ്കടം വരാം, അല്ലെങ്കിൽ ദേഷ്യം വരാം. അപ്പൊ അവിടെ ആ ഇമോഷൻ, ആങ്കർ എന്ന് പറയുന്ന ഇമോഷനെ ട്രിഗർ ചെയ്തത് എന്താണ്? ഇൻജസ്റ്റിസ് ആണ്. അയാളടുത്താണ് ന്യായം, പക്ഷെ അത് മറ്റുള്ളവർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ. അതാണ് ദേഷ്യത്തിനെ ട്രിഗർ ചെയ്യുന്നത്. അടുത്തതാണ് സ്ട്രെസ് അല്ലെങ്കിൽ ഓവർലോഡ്. നമ്മൾ വീട്ടിലായാലും വർക്ക് പ്ലേസിലായാലും എവിടെയാണെങ്കിലും
സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിഭാരം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം നമ്മൾ മറ്റുള്ള വ്യക്തികളോട് കാണിക്കുകയും ചെയ്യും. പിന്നെ ഉള്ളതാണ് ലോസ് ഓർ ഗ്രീഫ്. ഒരു മരണം നടന്നു കഴിഞ്ഞാലൊക്കെ ചില ആളുകൾക്ക് അത് ഭയങ്കര സങ്കടമായിട്ട് കുറെ കാലം ഒരു ഡിപ്രഷൻ മോഡിലേക്ക് മാറും. ചില ആളുകൾക്ക് എല്ലാത്തിനോടും ദേഷ്യമായിരിക്കും. എന്തുകൊണ്ട് എനിക്ക് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവസാനം എല്ലാ വസ്തുക്കളോടും ഒരു ദേഷ്യം കാണിക്കുന്ന ഒരു മോഡിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതാണ് ഫിസിക്കൽ ഡിസ്കംഫർട്ട്. നമുക്കൊരു അസുഖമുള്ള സമയത്ത് അത് നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അസുഖം വരുന്നെങ്കിൽ, പനിയാവാം, ചിലപ്പോൾ അസുഖം ചെറുതായിരിക്കാം, പക്ഷെ നമുക്കൊരു മൊത്തത്തിൽ ഡിസ്കംഫർട്ട്, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പുറത്തു പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്തും നമുക്ക് ഈ ഫിസിക്കൽ ഡിസ്കംഫർട്ട് പിന്നീട് ആങ്കർ എന്ന് പറയുന്ന ഇമോഷനായിട്ട് കൺവേർട്ട് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പല ട്രോമാസ്, അതുപോലെ മെമ്മറീസ്, മോശം അനുഭവങ്ങൾ, ഇതൊക്കെ ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നമ്മളോടുള്ള ദേഷ്യമാവാം, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള വ്യക്തിയോടുള്ള ദേഷ്യമാവാം. അപ്പൊ ആ ഒരു സമയത്തും ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ട്രിഗർ ആവും. പിന്നെ ഉള്ളത് ഈ ആങ്കറിനെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് പൂവർ കമ്മ്യൂണിക്കേഷൻ. രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പം അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ട്രിഗർ ആവും. ചിലപ്പം ആദ്യത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയോട് പറഞ്ഞത് ചിലപ്പം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് രണ്ടാമത്തെ ആൾക്ക് അത് മനസ്സിലായത് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് അർത്ഥത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോഴും ആ വ്യക്തിക്ക് ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ത്രെട്ടൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചിലപ്പം മാനസികമായിട്ടായിരിക്കും അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെയാണ് ത്രെട്ടൻ വരികയാണെങ്കിലും നമുക്ക് ഈ പറയുന്ന ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ട്രിഗർ ആവും. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മുടെ മനസ്സിൽ ദേഷ്യം എന്ന് പറയുന്ന വികാരം ഉണ്ടാവാനുള്ള ഫാക്ടേഴ്സ്. നമുക്ക് ആങ്കർ സൈക്കിൾ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ദേഷ്യം ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പൊ ഈ എപ്പോഴും ഒരു ദേഷ്യം ഇമോഷൻ എന്ന് പറയുന്ന ഫീലിംഗ് അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ തുടങ്ങുന്നത് ഒരു ട്രിഗർ കൊണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ട്രിഗർ ചെയ്യാനായിട്ട്. ഈ ട്രിഗർ പിന്നീട് നമ്മുടെ മനസ്സിൽ നമ്മുടെ തോട്ട്സ് ട്രിഗറിനെ റീഡ് ചെയ്യും, അതിനെ എന്നിട്ട് ഒരു ഫീലിംഗ് ആയിട്ട് മാറ്റും. അപ്പൊ നമുക്കൊരു ട്രിഗർ ഉണ്ടായി, പിന്നീട് അത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു, അത് പിന്നീട് ഫീലിംഗ് ആയിട്ട് മാറി. ആ ഫീലിംഗ് ആണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. അതിന് നമ്മൾ പിന്നെ റിയാക്ട് ചെയ്യും. അവസാനം ഫൈനലി ഇതൊരു ആങ്കർ എന്ന് പറയുന്ന ഇമോഷനായിട്ട് പുറത്തേക്ക് വരും. അതാണ് അതിന്റെ ഔട്ട്കം. അപ്പൊ സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യം ഒരു ട്രിഗർ ഉണ്ട്, പിന്നെ ഒരു തോട്ട് ഉണ്ട്, പിന്നെ ഈ തോട്ട് ഫീലിംഗ് ആയിട്ട് മാറും, ഈ ഫീലിംഗ് റിയാക്ഷൻ ആയിട്ട് പുറത്തു വരും, ഫൈനലി അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നതാണ് ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കും ഈ പറയുന്ന ട്രിഗർ ആണോ ശരിക്കും നമുക്ക് ഈ ദേഷ്യം അല്ലെങ്കിൽ കോപം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്? സത്യത്തിൽ ഈ പറയുന്ന ട്രിഗർ അല്ല, തോട്ട്സ് ആണ് ശരിക്കുമുള്ള വില്ലൻ. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ, നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ? നമ്മളത് ചിരിച്ചു തള്ളിയുള്ളൂ. അതേസമയം നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കളിയാക്കി സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് ദേഷ്യം വരും. അപ്പൊ രണ്ട് സ്ഥലത്തും ട്രിഗർ ഒന്ന് തന്നെയാണ്. ഒരാൾ ഇൻസൾട്ട് ചെയ്തു, പക്ഷെ ആദ്യത്തെ കേസിൽ നമ്മളതിനെ തമാശയായിട്ട് എടുത്തു, രണ്ടാമത്തെ കേസിൽ നമുക്ക് ദേഷ്യം വന്നു. അതെന്താണ്? നമ്മുടെ തോട്ട് പ്രോസസ് ആണ് പ്രോബ്ലം, സത്യത്തിൽ നമ്മുടെ ട്രിഗർ അല്ല. അപ്പൊ ഈ തോട്ട് പ്രോസസ്സിനെ നമ്മൾ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലും ദേഷ്യം വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ പോലും ചില സമയത്ത് അത് നമുക്ക് ഒരു മോശം ബിഹേവിയർ ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ്? നമുക്ക് ഈ കോൺസിക്വൻസസിനെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും നമ്മുടെ, രണ്ടാമത്തേത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, മൂന്നാമത്തേത് സോഷ്യൽ ഹെൽത്തിനെ ബാധിക്കും.
നമുക്ക് ഫിസിക്കൽ ഹെൽത്തിൽ എന്തൊക്കെയാണ് പ്രശ്നം? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺസും റിലീസ് ആവും, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉയരും, ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കൂടും. അപ്പൊ സ്ഥിരമായിട്ട് ദേഷ്യം വരുന്ന ഒരു വ്യക്തിക്ക് കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ കൂടുന്നത് കാരണം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അയാൾക്ക് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് 1-2 തവണയോ ദേഷ്യപ്പെടുന്ന കാര്യമല്ല. സ്ഥിരമായിട്ട് ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പല ഫിസിക്കൽ ഡിസ്കംഫർട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേതാണ് മെന്റൽ ഹെൽത്ത്. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ഒരു കാര്യത്തിനെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് അയാൾക്ക് കഴിയില്ല. അപ്പം അതാണ് മെന്റൽ ആയിട്ടുള്ള ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇത്തരം വ്യക്തികൾ എപ്പോഴും ഒരു എൻവിറോൺമെന്റിനെ എപ്പോഴും നെഗറ്റീവ് ആക്കാനുള്ള ഒരു ഫാക്ടർ ഇവര് ഇനീഷ്യേറ്റ് ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലിരിക്കുകയാണ്, എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിലൊരു വ്യക്തി എണീച്ചിട്ട് അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ മൊത്തത്തിൽ പോസിറ്റീവായി നല്ല സന്തോഷത്തിൽ നിന്നിരുന്ന ഒരു അന്തരീക്ഷം മാറി ഒരു നെഗറ്റീവ് മോഡിലേക്ക് പോകുന്നത് കാണാം. അപ്പൊ അതൊരു ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ വരാവുന്ന വേറൊരു പ്രോബ്ലമാണ് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിലും നല്ല ടീം പ്ലെയർ ഒക്കെ ആണെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടുന്ന, ഒരു കാര്യത്തിനും ശ്രദ്ധ കൊടുക്കാത്തൊരു വ്യക്തിക്ക് ആ വ്യക്തി ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. ആ വ്യക്തിക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല വർക്ക് പ്ലേസിലാണെങ്കിൽ. വീട്ടിലാണെങ്കിലും നമ്മൾ എപ്പോഴും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണെങ്കിലും പാർട്ട്ണറാണെങ്കിലും നമുക്കൊരു വില തരില്ല. അപ്പൊ അതെല്ലാം ഇതിന്റെ കോൺസിക്വൻസസ് ആണ്. ലീഗൽ ട്രബിള്. നമ്മൾ ഇപ്പം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു KSRTC ബസ് പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ അഡ്രിനാലിൻ ഉയരും. നമ്മൾ ഇവനാരാ എനിക്കെതിരെ ഹോൺ അടിക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡ് കൂട്ടും. KSRTC നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ നമ്മൾ വണ്ടീനെ ക്രോസ് ചെയ്ത് മുമ്പിൽ കാർ നിർത്തുകയും ചെയ്യും. പല ആളുകളും വീഡിയോ എടുക്കും, ഫേസ്ബുക്കിൽ ഇടും, വൈറലാവും, അവസാനം പോലീസ് കേസാവും. അപ്പൊ ഇത്തരം സിറ്റുവേഷനുകളൊക്കെ ഇതിന്റെയൊക്കെ ഒരു ട്രിഗർ എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ വന്ന ആങ്കർ അല്ലെങ്കിൽ കോപം എന്ന് പറയുന്ന ഇമോഷനാണ്. അപ്പൊ ഇത് നമുക്ക് ലീഗൽ ട്രബിൾസും വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാവുന്ന റെസ്പെക്ട്, ഒരാളും നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല. നമ്മൾ എത്ര നല്ല ജോലിയുള്ള ആളാണോ, എത്ര സമ്പാദ്യമുള്ള ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം അത്യാവശ്യം ദൈവ ഭയമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ, എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യത്തോടെ സംസാരിക്കുന്ന വ്യക്തികളോട് ഒട്ടും നല്ല രീതിയിൽ പെരുമാറാത്ത ഒരാൾക്ക് ഒരിക്കലും സമൂഹത്തിൽ ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല. ഇതും ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. പിന്നെ ഉണ്ടാകുന്നത് ഫൈനലി റിഗ്രറ്റ്. നമ്മളൊരു സിറ്റുവേഷൻ കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ചിന്തിക്കും, അത് വേണ്ടിയിരുന്നില്ല, അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പൊ അതിനുള്ള ഒരു അവസ്ഥയും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ വരുന്നത്, ഈ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും തെറ്റായിരിക്കും. ഒരു 90% തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ വേറൊരു മോഡിലേക്ക് മാറുകയാണ്. നമ്മൾ ഒട്ടും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ല, ലോജിക്കലായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഇമോഷന്റെ പുറത്താണ് എടുക്കുന്നത്. അപ്പൊ ആ ഡിസിഷൻ തെറ്റാനുള്ള സാധ്യതകളും ഉണ്ട്. ഇത്രയാണ് ഒരു ആങ്കർ എന്ന് പറയുന്ന ഇമോഷന്റെ കോൺസിക്വൻസസ്. ഇനി നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് തൽക്കാലം അടക്കി നിർത്താനുള്ള കുറച്ച് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ ഇതൊരു ഇമോഷനാണ്, ഇതൊരു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യം ഉപയോഗിക്കാവുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ബ്രീത്തിങ്ങിൽ മാത്രമായിരിക്കണം. അങ്ങനെ കുറച്ച് സമയം നമ്മുടെ ഫോക്കസ് ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് അത് സഹായിക്കും. രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 20 വരെ കൗണ്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോക്കസ് മാറ്റുക എന്നുള്ളതാണ്. കൗണ്ട് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന പോലെ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പതിയെ
നമ്മുടെ മനസ്സ് മാറി നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ മൊത്തത്തിലുള്ള ആ ഒരു നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ സഹായിക്കും. പിന്നെയുള്ള ഒരു ടെക്നിക്കാണ് നമ്മളെ മനസ്സിനോട് തന്നെ പറയാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ബ്രെയിനോട് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അതിനെ ശരിയാക്കാനുള്ള വഴികൾ ബ്രെയിൻ തന്നെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിനെന്താണോ ചെയ്യേണ്ടത് അത് നമ്മുടെ ബ്രെയിൻ തന്നെ ചെയ്യും. തണുത്ത വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഗ്രൗണ്ടിങ് വിത്ത് സെൻസസ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ സ്മെല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യത്തെ പറ്റി, നമുക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യത്തെ പറ്റിയും, ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യത്തെ പറ്റിയും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങളെ പറ്റിയും നമ്മൾ ചിന്തിക്കുക. ഒന്നുകിൽ നമ്മൾ നേരിട്ട് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ആയാലും നമ്മുടെ ഫോക്കസ് നമുക്ക് തൽക്കാലം മാറ്റാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരാൾ നമ്മളെ ദേഷ്യപ്പെട്ടാൽ നമ്മളെ ചിന്തയാണ് സത്യത്തിൽ നമ്മുടെ ആ ഇമോഷൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ തോട്ട്സിനെ റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് തൽക്കാലം സെറ്റിൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു, ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുക്കുന്നില്ല, വീണ്ടും വിളിച്ചു എടുക്കുന്നില്ല, ഓക്കെ ആയിരിക്കും. നമ്മൾ ഒരു 3-4 തവണ വിളിച്ചു കഴിയുമ്പം നമുക്ക് പതിയെ ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ ഫോൺ ഞാൻ വിളിക്കുമ്പോൾ എടുക്കാത്തത്, എന്ത് അത്യാവശ്യ കാര്യമാണുള്ളത്, ഒരു അർജന്റായിട്ടൊരു കാര്യം പറയുമ്പോൾ എടുക്കാനുള്ളതല്ല അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ളതല്ലേ മൊബൈലിൽ നിന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. ആ ഒരു ചിന്തയാണ് നമുക്ക് ഇമോഷൻ, ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ട്രിഗർ ചെയ്യുന്നത്. അതിനു പകരം നമ്മൾ വിളിക്കുന്ന വ്യക്തി വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അവർ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിച്ചോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നമുക്ക് ദേഷ്യം അടക്കാൻ പറ്റും. അതാണ് ആ സമയത്ത് നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. പിന്നുള്ളത് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ പറയാം, എനിക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളോട് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇതൊന്നും നടന്നില്ല എങ്കിൽ ഒരു വഴിയാണ് സ്റ്റെപ്പ് അവേ. തൽക്കാലം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ ആരോടാണോ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ നമ്മളുള്ളത് അവിടുന്ന് മാറി നിന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബോഡിയിൽ ഈ പറയുന്ന ഹോർമോൺസ് എല്ലാം ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ മനസ്സും ഒന്ന് തണുത്തിട്ടുണ്ടാവും. ഈ സ്ട്രെസ് ബോൾ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ചില ആളുകൾക്ക് അത്യാവശ്യം നല്ലപോലെ ദേഷ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കുറയുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളതാണ്, ദേഷ്യം വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. നിങ്ങൾ ഈ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് ഈ ഗംഗയെ പോകണ്ടെന്ന് പറയുന്ന സമയത്ത് ഈ ശോഭന ഈ കട്ടിലെടുത്ത് പൊക്കുന്നതാണ്. അതുപോലെയാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും നമുക്ക്. അപ്പൊ എനർജിയെ കുറയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം പതിയെ കുറഞ്ഞു വരും. ഇപ്പൊ വീട്ടിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ കീറിക്കളയുക, അതല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ എനർജി റിലീസ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദേഷ്യത്തിന് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേഷ്യം വന്നാൽ അതിനെ അടക്കാൻ സഹായിക്കുന്ന ചില ടെക്നിക്സ്. ഇനി എപ്പോഴും നമ്മൾ പറയുന്നതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിൽ ഒന്നാമത്തേതാണ് ഐഡന്റിഫൈ ദ ട്രിഗേഴ്സ്. ഓരോ വ്യക്തികൾക്കും ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലായിരിക്കും ദേഷ്യം വരുന്നത്. നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക കൃത്യമായിട്ട്. നമുക്ക് അവയർനെസ്, നമ്മൾ തന്നെ അവെയർ ആയിരിക്കണം. ഇന്നൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകിൽ ആ സിറ്റുവേഷൻ ഒഴിവാക്കുക, അതല്ലെങ്കിൽ അത്തരം സിറ്റുവേഷനുകളെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. അപ്പൊ അതിനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ട്രിഗേഴ്സ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഉള്ളത് എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് സെൽഫ് കെയർ. നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും പ്രധാനം. നല്ല മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിക്ക്, എപ്പോഴും സമാധാനവും സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് ദേഷ്യം പോലെയുള്ള ഇമോഷൻസ് കുറവായിരിക്കും. ഒഴിവാവില്ലെങ്കിൽ പോലും അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള മോശം വാക്കുകളുടെ ഉപയോഗം, മോശം രീതിയിലുള്ള സംസാരം, അതല്ലെങ്കിൽ ഗോസിപ്പ് പറയല്, ഒരു വ്യക്തിയെ പറ്റി വേറൊരാളോട് മോശം പറയുക,
അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കുക. ഇത്തരത്തിലുള്ള ഒട്ടും ഹെൽത്തി അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ മറ്റേ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾ ആരുമായിട്ട് സംസാരിക്കുമ്പോഴും ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ടുള്ള സംഭാഷണങ്ങൾ, കോൺഫ്ലിക്റ്റ് ഉള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ആർഗ്യുമെന്റ് ചെയ്താൽ അത് പിന്നീട് പ്രശ്നമാകും തോന്നുകയാണെങ്കിൽ ആർഗ്യുമെന്റ് ചെയ്യാതിരിക്കുക. ചില വ്യക്തികളോട് നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അത് പറയാതിരിക്കുക. അപ്പം അത്തരം വിഷയങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഉള്ളതാണ് നമ്മൾ ഏത് റിലേഷനിലാണെങ്കിലും, അതിപ്പം അച്ഛനും അമ്മയാവാം, ഭാര്യ ഭർത്താവ്, മക്കൾ, കുടുംബക്കാര്, ഫ്രണ്ട്സ്, അധ്യാപകർ, ഏത് റിലേഷനിലാണെങ്കിലും നമ്മൾ ബൗണ്ടറി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം അത് നമുക്ക് അങ്ങോട്ടുള്ള ബൗണ്ടറിയും അവർക്ക് ഇങ്ങോട്ടുള്ള ബൗണ്ടറിയും. ഓരോ വ്യക്തികളോടും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ ചിലർക്ക് തമാശ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ചിലർക്ക് എന്താ പറയാ തമാശ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓരോ വ്യക്തികളോട് പറയാം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളോട് നമ്മളും പറയണം, എന്നോട് ഇത്തരം കാര്യങ്ങളെ സംസാരിക്കാൻ പാടുള്ളൂ, ഇതിനപ്പുറം ലിമിറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരാനും സങ്കടം വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ ഓരോ റിലേഷനിലും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ലൈഫ് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ഒരു മക്കളുടെയും ഫാമിലിയുടെ കൂടെ പോയി ടൂർ പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ബുക്കുകൾ വായിക്കുക, സിനിമകൾ കാണുക, വിനോദങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ബ്രേക്കുകൾ നമ്മൾ ലൈഫിന്റെ ഭാഗമാക്കുക. വർഷത്തിൽ അവസാനം ടൂർ പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ എപ്പോഴും എല്ലാവർക്കും ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാനായിട്ട് ചെറിയ ചെറിയ ബ്രേക്കുകൾ ആവശ്യമാണ്. ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നന്നാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ഉള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ റിയാക്ട് ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ളത്. റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് സിറ്റുവേഷനിൽ നമ്മൾ പരമാവധി റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും പെട്ടെന്ന് അങ്ങ് മറുപടി പറയുന്നതിന് പകരം കുറച്ച് സമയം ചിന്തിച്ചിട്ടേ മറുപടി പറയുള്ളൂ. പിന്നെ നമ്മുടെ തമാശകളൊക്കെ ഉപയോഗിക്കുക. നമ്മുടെ സംസാരങ്ങളിലൊക്കെ എപ്പോഴും സീരിയസ് ആയിട്ട് നടക്കാത്ത സീരിയസ് ഡിസ്കഷൻ മാത്രമല്ലാതെ ഇടയ്ക്കൊക്കെ തമാശകൾ പറയുക എല്ലാ റിലേഷനിലും. അപ്പം അതിപ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും ആണെങ്കിലും, അല്ലെങ്കിൽ അച്ഛനും അമ്മയോടാണെങ്കിലും, അധ്യാപകരോടാണെങ്കിലും ഒക്കെ ഇടയ്ക്കൊക്കെ തമാശകളൊക്കെ പറയുക. പക്ഷെ തമാശകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് പരിധി വിടാനും പാടില്ല. അല്ലെങ്കിൽ അത് വിപരീത ഫലം ചെയ്യും. പിന്നെ എല്ലാ ക്ലാസ്സിലും എല്ലാവരും പറയുന്ന കാര്യം തന്നെ മൈൻഡ്ഫുൾനെസ്. പ്രസന്റിൽ ജീവിക്കുക, പാസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ ആകുലപ്പെടാതെ പ്രസന്റിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ റീഫ്രെയിം ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുക. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളായിട്ട് ഉൾക്കൊണ്ട് ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പെരുമാറേണ്ടത് നമ്മൾ തന്നെ ആലോചിക്കുക. അടുത്തൊരു സിറ്റുവേഷനിൽ അതേ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ മാറ്റാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും സൊല്യൂഷൻസിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഒരിക്കലും നമ്മൾ പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഒരു ഇംബാലൻസ് വരുന്നതും നമുക്ക് മെന്റൽ ഹെൽത്ത് മോശമായിട്ട് മാറുന്നതും. അപ്പൊ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ സൊല്യൂഷൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഏറ്റവും അവസാനം മെന്റൽ ഹെൽത്ത് നന്നാക്കാനും ദേഷ്യം പോലെയുള്ള വികാരങ്ങൾ ഒഴിവാക്കാനും ഉള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു വ്യക്തിയോട് ഇത് പറയുക. നമ്മുടെ ഫ്രണ്ട് ആവാം, ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആവാം. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതൊന്ന് ശരിയാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. ചിലപ്പോൾ നമുക്കിത് പുറത്ത് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സിൽ തന്നെ അടക്കി പിടിച്ചിരിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഇമോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ടെക്നിക്സ്. അപ്പം എല്ലാവരും കണ്ടു കാണും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ദേഷ്യം വരുന്ന വ്യക്തികള് ഭയങ്കര സാധുക്കളായിരിക്കും, അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, അവരുടെ ഉള്ളിൽ കളങ്കം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും മാത്രമേ കൊള്ളാവൂ. എപ്പോഴും ദേഷ്യപ്പെടുന്ന വ്യക്തി ആർക്കും ഇഷ്ടമുണ്ടാവില്ല, നമുക്കൊരു റെസ്പെക്റ്റും ഉണ്ടാവില്ല. നമ്മുടെ സോഷ്യൽ ലൈഫ് ഭയങ്കര മോശമായിരിക്കും. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒരാളും നമ്മളെ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമോഷൻ ആണെന്ന് മനസ്സിലാക്കുക, അതിനെ പരമാവധി കൺട്രോൾ ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും
എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു എല്ലാം. താങ്ക് യു സാർ. എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. താങ്ക് യു. നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ചിലപ്പോ ആ സമയത്ത് ഓർക്കൂല ബ്രീത്തിങ് ചെയ്യാനോ ഒന്നും ഓർക്കൂല. പക്ഷെ നമ്മളത് കോൺഷ്യസ് ആയിട്ട് അത് ഓരോ തവണ നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴായിരിക്കും നമുക്കത് ഇങ്ങനെ കൺട്രോളിൽ വരുന്നതല്ലേ. അതെ, നമ്മൾ എല്ലാം ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്ക് മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വൈഫിനോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പതിയെ പതിയെ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ, വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു, കോൾ എടുക്കുന്നില്ലെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്താ ഫോൺ എടുക്കാത്തത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് മക്കളെ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എന്താ പറയാ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ മക്കളാരെങ്കിലും ഫോൺ സൈലന്റിൽ ഇട്ടതായിരിക്കും. അപ്പൊ ഞാനൊരു മെസ്സേജ് അയക്കും, ഇന്നൊരു കാര്യത്തിനാണ് വിളിച്ചത്, ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് പതിയെ പതിയെ ഓരോ കാര്യങ്ങളിലും നമ്മളെ തോട്ട് പ്രോസസ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഇമോഷനാണ്. അത് നന്നാക്കാനും പറ്റും, മോശമാക്കാനും ഇത് സഹായിക്കും. നല്ല മോശമാക്കാനും ഇത് ഈ ഒരു ദേഷ്യപ്പെടുക എന്നുള്ളത് കാരണമാവും. അപ്പൊ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും എല്ലാത്തിൻ്റെയും ഗ്രാഫ് താഴേക്ക് പോവാൻ വേറൊന്നും വേണ്ട. അപ്പൊ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. 1-2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല, പതിയെ പതിയെ ഓരോരോ കാര്യങ്ങൾ ശ്രമിക്കുക. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. സാർ ഇതിപ്പോ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യാണ്. ഞാൻ പൊതുവെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്. പെട്ടെന്ന് സന്തോഷവും വരും, പെട്ടെന്ന് ദേഷ്യവും, പെട്ടെന്ന് സങ്കടമൊക്കെ വരും. ഈ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബ്രീത്തിങ് ടെക്നിക്കോ അല്ലെങ്കിൽ ആ തോട്ട് പ്രോസസ്സോ ഒക്കെ മാറ്റാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സമയമെടുക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രതികരിക്കാനാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്പേസിൽ നിന്ന് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് മാറി നിൽക്കുക. ബഹളം ഉണ്ടാവും, നമ്മുടെ കൺട്രോൾ പോകും, നമുക്ക് ദേഷ്യം വരും എന്ന് തോന്നുമ്പോൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ശരിക്കും നമുക്ക് അതിനുള്ള റിയാക്ഷൻ നമ്മുടെ മാറും. ആ സിറ്റുവേഷനിൽ നിന്നൊന്ന് വിട്ടു നിന്നിട്ട് തിരിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ആ സിറ്റുവേഷൻ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ നിന്നാൽ ഉറപ്പാണ് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ വേഴ്സ്റ്റ് ആയിട്ട് തന്നെ പ്രതികരിക്കുള്ളൂ. ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ആ സ്വഭാവത്തിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറുക. പലപ്പോഴും നമുക്ക് പ്രതികരിക്കുക പോലും വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിലായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. ഒരു ആവശ്യമില്ല, ചിലപ്പോൾ വേറെ 2 ആൾക്കാർ തമ്മിലുള്ള ടോക്കായിരിക്കും, കേൾക്കുന്നത് നമുക്ക് ട്രിഗർ ആവും, നമ്മൾ വെറുതെ കയറി അവിടെ റിയാക്ട് ചെയ്യും. പക്ഷെ ഇറ്റ്സ് ബെറ്റർ നമുക്ക് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ആണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് മാറാം. പിന്നെ അതിനുശേഷം ഒരു 1-2 മിനിറ്റിൽ നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആവും. നമ്മൾ റിയലൈസും ചെയ്യും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് നമ്മൾ ഇടപെടാൻ പോകുന്നത് എന്നുള്ളത്. അല്ലെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, സ്റ്റെപ്പ് നമ്മൾ അവിടുന്ന് മാറി നിൽക്കുക, അതാണ് ഏറ്റവും നല്ല പരിഹാരം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം. പിന്നെ ഈ പറയുന്ന ഇമോഷൻ വളരെ പെട്ടെന്ന് സെറ്റിൽ ആവും നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ റിലേഷൻസിലും ഓരോ വ്യക്തികളോടുള്ള ബൗണ്ടറി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം എന്താ പറയാ, എൻ്റെ ഒരു
നല്ലൊരു സുഹൃത്തിനോട് തമാശ പറയുന്ന പോലെ വേറൊരു വ്യക്തിയോട് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പം നമ്മൾ ഇടപെടുന്ന പോലെ നമുക്ക് പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പൊ ബൗണ്ടറി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ ബൗണ്ടറി നമ്മൾ അവരോടും പറയണം. എന്നോട് ഇന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, എനിക്ക് ഇന്ന കാര്യങ്ങൾ സംസാരിക്കാനേ താല്പര്യമുള്ളൂ എന്ന് അവരോട് കൃത്യമായിട്ട് പറയാം. അപ്പൊ 1-2 തവണ അവരത് ആവർത്തിക്കുമ്പോൾ പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തൽക്കാലം ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് നമ്മൾ പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുക. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ജേർണലിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ സമയവും ഷോർട്ട് ടേം ബേർഡൊക്കെ ആയിട്ടുള്ള വ്യക്തികൾ ഓരോ സമയവും ദേഷ്യം വരുന്ന സമയത്ത് എഴുതി വെക്കുക. എന്തുകൊണ്ടാണ്, എന്തായിരുന്നു സിറ്റുവേഷൻ, ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്, അടുത്ത തവണ ഞാൻ എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത്. നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ബ്രെയിൻ ചെയ്യുക. ഒരേ കാര്യം നമ്മൾ വീണ്ടും 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 ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും. അതിനാണ് ഈ ജേർണലിംഗ് എല്ലാം ചെയ്യുന്നത്. ഹലോ സർ, നമ്മുടെ ഈ ഒരു മീൻസ് ഷോർട്ട് ടേം ബേർഡ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, മീൻസ് ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ മീൻസ് ആ ഒരു ദേഷ്യം എത്ര സമയം അതിന്റെ ഒരു ഡ്യൂറേഷൻ വരും? അതെനിക്ക് ശാസ്ത്രീയമായിട്ട് എനിക്ക് അറിയില്ല, നോക്കിയിട്ട് പറയാം. അല്ല മീൻസ് അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആക്ച്വലി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അർച്ചന മാം പറഞ്ഞതുപോലെ എന്റെ അനിയന് ഭയങ്കര ഷോർട്ട് ടേം ബേർഡാ. അപ്പൊ അവന് എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്ന ഭയങ്കര ദേഷ്യം വന്നാല് ഡോർ അടച്ചിരിക്കും. പിന്നെ ആള് കുറച്ച് കഴിഞ്ഞാൽ കൂളാവും. മീൻസ് കുറച്ച് കഴിയും എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ പെട്ടെന്ന് മാം പറഞ്ഞപ്പോ എനിക്കത് കണക്ട് ചെയ്തു. അപ്പൊ അതാ ഞാൻ ഇങ്ങനെ ഷോർട്ട് ടേം ബേർഡ് ആവുന്ന ആളുകൾക്ക് എത്ര സമയമാണ് ഇത് ഉണ്ടാവാന്ന്. എനിക്ക് തോന്നുന്നത് അത് വ്യക്തികൾക്ക് അനുസരിച്ചാണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് കൂളാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ജെൻഡറും കുറച്ചൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അങ്ങനെയാണ്. അത് പൊതുവെ പറയുന്നത് ഫ്യൂ മിനിറ്റ്സ് തൊട്ട് ഒരു അരമണിക്കൂർ വരെയൊക്കെ ഈ ഷോർട്ട് ടെമ്പർ ലാസ്റ്റ് ചെയ്യാമെന്നാണ് പൊതുവെ വായിച്ചു കണ്ടിട്ടുള്ളത്. എല്ലാം മാറും. ചിലവര് പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷം കാണുന്നവര്, ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നവര്, അവരൊക്കെ പെട്ടെന്ന് സെറ്റിൽ ആവും. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ ഷോർട്ട് ടെമ്പേർഡ് ആയി നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പക്ഷെ ഓപ്പോസിറ്റ് ആളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തണുത്തൂന്നും വരും. അതേസമയം ചില സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആൾ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കൂടിയെന്നും വരും. അതെ. അപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് ഓരോ വ്യക്തികളെ ആസ്പദമായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് പുറമേ ഉള്ള ഒരാളാന്ന് വിചാരിക്കുക, അവര് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ദേഷ്യം വരും. അതേസമയം നമ്മൾ വഴക്ക് പറയുന്നത് നമ്മൾ മക്കളോടാണ്. അപ്പൊ മക്കളെ എന്തെന്നാ അമ്മ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും പൊട്ടിച്ചിരിക്കും. സോ സിറ്റുവേഷൻ, വ്യക്തി, സാഹചര്യം എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ജനറലി നമ്മൾ സയന്റിഫിക് ആയിട്ടൊക്കെ വായിച്ച് കാണുന്നത് ഷോർട്ട് ടെമ്പേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്യൂ മിനിറ്റ്സ് ടു ഹാഫ് ആൻ അവർ ഇറ്റ് വിൽ ടേക്ക് എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പം റൂമിലൊക്കെ നമ്മൾ തന്നെ പോയിരിക്കുമ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ ട്രിഗർ ചെയ്യാം. ചിന്തിച്ച് ആലോചിച്ച് ദേഷ്യം കൂടാം. ചിലവര് ഒറ്റയ്ക്ക് മാറി റൂമിൽ പോയി ഒന്ന് കാം ഡൗൺ ആയി എനിക്ക് എന്താ കുഴപ്പം എന്ന് റിയലൈസ് ചെയ്യാനാണ് റൂമിൽ പോയിരിക്കണമെങ്കിൽ വേഗം തണുക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. പറഞ്ഞപ്പോ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ചാല്, ഈ അനിയന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണെന്ന് ആ ഒരു പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം ചില വ്യക്തികളോട് നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ചാലായിരിക്കും അവരുടെ ദേഷ്യം കുറയുക. ചില ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ അത് കൂടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഏത് പാറ്റേൺ ആണ് എന്നുള്ളത് ആക്ച്വലി അവന്റെ അടുത്ത് ഇപ്പം അർച്ചന മാം പറഞ്ഞതുപോലെ നമ്മള് അവന് ദേഷ്യം വന്നാൽ ചിരിച്ചാൽ വരെ ദേഷ്യം പിടിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് സംസാരിച്ച് തീർക്കണം എന്നുള്ളൊരു വാശി ഉണ്ടാവും. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദേഷ്യം പെട്ടെന്ന് അടക്കണം അങ്ങനെ അതിന് നമ്മൾ വീണ്ടും ശ്രമിക്കുമ്പോൾ ദേഷ്യം കൂടിയുള്ളൂ. അപ്പം ആളുടെ ഒരു സ്വഭാവം എന്താണോ അതിനനുസരിച്ച് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ടൈം. ആളെ ഒന്ന് തനിച്ചിരുന്ന് കഴിഞ്ഞാൽ ആള് കൂളാവും. പക്ഷെ നമുക്കപ്പോ ആ ഒരു സമയം ഭയങ്കര, നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അല്ലാതെ പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ CBT ഒരു സംഭവമുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ടിനെ ഓൾട്ടർനേറ്റീവ് തോട്ടായിട്ട് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യുന്ന എപ്പോഴും എവിഡൻസ് വെച്ചിട്ടാണ്. അപ്പൊ അനിയൻ മുമ്പെല്ലാം ഇങ്ങനെ ദേഷ്യപ്പെട്ട്
ദേഷ്യപ്പെട്ട സമയത്ത് എത്ര സമയം എടുത്തു നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു സമയം നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ട് കയ്യില്. അതായത് ഇത്ര സമയം അനിയനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അനിയനെ ഒന്ന് സെറ്റിൽ ചെയ്യും. അപ്പൊ ആ ഒരു സമയം അദ്ദേഹത്തിന് ആൾക്ക് കൊടുക്കുക. അതിനിടയ്ക്ക് ആരും പോയി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഇല്ല, ഡിസ്റ്റർബ് ചെയ്യാറില്ല. എങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്ത് പുറത്തുനിന്നൊരു കഴിഞ്ഞാൽ അത് ടെൻഷൻ. കാര്യങ്ങള് വഷളാവാന് സഹായിക്കും. താങ്ക് യു സർ. Okay. Okay, so Sajina ma'am, I think we can wind up, right? Yeah, go ahead. Sorry. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? Okay. Thank you all. Thanks for joining. നാളെ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് പുതിയൊരു വ്യക്തി വരുന്നതാണ്. Thank you. താങ്ക് യു.